إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹുവിൽ തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ത്യാഗപൂർണമായ ദഅവത്തിനെ സംബന്ധിച്ചാണ്, അഥവാ തൗഹീദിന്റെ പ്രബോധനത്തെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിച്ചത്. ആദ്യം തൻ്റെ പിതാവിനോടും ശേഷം ജനങ്ങളോടും അതിനുശേഷം ധിക്കാരിയായിരുന്ന നമ്രൂദിനോടും അദ്ദേഹം ഒരു സങ്കോചവുമില്ലാതെ, മടിയില്ലാതെ, ഭയപ്പാടില്ലാതെ, അചഞ്ചലമായ വിശ്വാസത്തോടു കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യുകയുണ്ടായി. ആ പ്രബോധന രംഗത്ത് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയതായിരിക്കുന്ന വഹീ വെച്ചുകൊണ്ടും അള്ളാഹു നൽകിയ ഇൽമും ഹിക്മത്തും വെച്ചുകൊണ്ടും അള്ളാഹു ബുദ്ധിപരമായി അദ്ദേഹത്തിന് നൽകിയ വഹീ വെച്ചുകൊണ്ടും അദ്ദേഹം കൃത്യമായി, സ്പഷ്ടമായി, വ്യക്തമായി ദഅവ നടത്തുകയുണ്ടായി. തൗഹീദും റിസാലത്തും ആഖിറത്തുമാണ് അദ്ദേഹത്തിന്റെ ദഅവത്തിൽ നമുക്ക് നിരന്തരമായി കാണാൻ സാധിക്കുന്നത്. അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നു, അതോടുകൂടെ എനിക്ക് അള്ളാഹുവിൽ നിന്ന് പ്രത്യേക ഇൽമു ലഭിച്ചിട്ടുണ്ട് എന്ന റിസാലത്ത് ബോധ്യപ്പെടുത്തുന്നു, അതോടുകൂടെ അള്ളാഹുവിലേക്കാണ് നിങ്ങളെ മടക്കപ്പെടുന്നത് എന്ന ആഖിറവും ബോധ്യപ്പെടുത്തുന്നു. അതാണ് ദഅവത്തിന്റെ, പ്രബോധനത്തിന്റെ സുപ്രധാനമായ ഘടകം, ഊന്നൽ നൽകേണ്ട വിഷയം. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. പിന്നീട് അദ്ദേഹം
തന്റെ ജനങ്ങളുമായി വാദപ്രതിവാദം നടത്തുകയുണ്ടായി, അഥവാ ന്യായവാദം നടത്തുകയുണ്ടായി. തെളിവുകൾ വെച്ചുകൊണ്ട് അവരെ സത്യത്തിലേക്ക്, തൗഹീദിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി അദ്ദേഹം അവരെ മുമ്പിൽ ചില കാര്യങ്ങൾ നിരത്തിയും കൊണ്ട് സംസാരിക്കുകയാണ്. അതാണ് അൻആം 75 മുതൽ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു പറയുന്നു, വകദാലിക, അപ്രകാരം, എപ്രകാരം ഇബ്രാഹിം നബി തന്റെ പിതാവാകുന്ന ആസറിനോട് നിങ്ങളും നിങ്ങളുടെ ജനങ്ങളും ഈ ഇലാഹുകളെ ആരാധിച്ചുകൊണ്ട് വ്യക്തമായ വഴികേടിലാണ് എന്ന് ഖലീലുള്ള പറഞ്ഞ ആ സന്ദർഭം ശ്രദ്ധേയമാണ് എന്ന് പറഞ്ഞ ശേഷം വകദാലിക, അതുപോലെ അപ്രകാരം നുരി, നാം കാണിച്ചു കൊടുത്തു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്. അല്ലാഹു അറിയാം, ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കാണിച്ചു കൊടുത്തു മലകൂത്തസ് സമാവാതു വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധിപത്യം അല്ലാഹുവിനാണുള്ള ആ മലക്കൂത്ത്, ആ ആധിപത്യം നാം കാണിച്ചു കൊടുക്കുകയുണ്ടായി. വലിയകൂന മിനൽ മൂഖിനീൻ, അദ്ദേഹം ഒരു ദൃഢവിശ്വാസികളിൽപ്പെട്ടവൻ ആവാൻ വേണ്ടി ആണ് അപ്രകാരം ചെയ്തത് എന്ന് അൻആം 75-ാമത്തെ ആയത്തിൽ പറഞ്ഞു. ഇനിയാണ് ആ ന്യായവാദം. കാരണം അവിടെയുള്ള ആളുകൾ ആരാധിച്ചിരുന്നത് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രാദി ഗോളങ്ങളെയും ശുക്രനെയും ബുധനെന്ന് പറയുന്ന ആ നക്ഷത്രത്തെയും വ്യാഴത്തെയും ഇതിനെയൊക്കെ ആയിരുന്നു ആ നാട്ടിലെ ജനങ്ങൾ ആരാധിച്ചിരുന്നത്. അതിന്റെ പേരിലായിരുന്നു അവർ ആലിഹത്തുകളെ നിർമ്മിച്ചുണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ നിരർത്ഥകത്തെ, അർത്ഥശൂന്യതയെ, ബാത്തിലിനെ വെളിപ്പെടുത്താൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ഒരു വാദപ്രതിവാദം നടത്തുകയാണ്. കാരണം നിങ്ങൾ ആരാധിക്കുന്നത് സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെയല്ലേ. എന്നാൽ നോക്കൂ, ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു, അങ്ങനെ രാത്രി മൂടി വന്നപ്പോൾ, രാത്രിയിലാണ് നക്ഷത്രം ഉണ്ടാവുക. ചന്ദ്രനും നക്ഷത്രമൊക്കെ എപ്പോഴാ പ്രത്യക്ഷപ്പെടുക? രാത്രിയല്ലേ, അങ്ങനല്ലേ? ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു, രാത്രി മൂടി വന്നപ്പോൾ അദ്ദേഹം ഒരു നക്ഷത്രത്തെ കാണുകയുണ്ടായി. കാരണം ഇവർ ആരാധിക്കുന്നതും ഇവർ സങ്കടങ്ങളും വ്യസനങ്ങളും ബോധിപ്പിക്കുന്നതും ഇവർ നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്ന ആലിഹത്തുകളും ഒക്കെ ഈ നക്ഷത്രങ്ങളുടെ പേരിലാണ്. അതുകൊണ്ട് ആ ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുകയാണ്, ഖാല ഹാദാ റബ്ബി, ഇതാണ് എൻ്റെ റബ്ബ്. വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞതാ അല്ല, അവരൊന്ന് ബോധ്യപ്പെടുത്താൻ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ, ഇതാണ് എൻ്റെ റബ്ബ്. തീർന്നോ? ഇല്ല. ഫലമ്മാ അഫല, കുറച്ചു കഴിഞ്ഞപ്പോൾ ആ നക്ഷത്രം മാഞ്ഞു പോവുകയാണ്, മറഞ്ഞു പോവുകയാണ്. ഏത് നക്ഷത്രവും അതിന്റെ സമയം കഴിഞ്ഞാൽ മാഞ്ഞു പോകും, മറഞ്ഞു പോകും. അങ്ങനെ മറഞ്ഞു പോയപ്പോൾ ഖലീലുള്ള പറയുകയാണ്, ലാ ഉഹിബ്ബുൽ ആഫിലീൻ, ഇങ്ങനെ മറഞ്ഞു പോകുന്ന, ഇങ്ങനെ അപ്രത്യക്ഷമാകുന്ന, ഇങ്ങനെ നീങ്ങിപ്പോകുന്ന ആരാധ്യനല്ല എൻ്റെ റബ്ബ്, എൻ്റെ ഇലാഹ്, എൻ്റെ റബ്ബ്. നീങ്ങാത്തവൻ, മരിക്കാത്തവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എപ്പോഴും സങ്കടം പറയാൻ പറ്റിയവൻ, ഇങ്ങനെയുള്ളവനാണ് എൻ്റെ റബ്ബ്. ലാ ഉഹിബ്ബുൽ ആഫിലീൻ, നിങ്ങൾ ഈ ആരാധിക്കുന്ന, നീങ്ങിപ്പോകുന്ന ഈ നക്ഷത്രത്തെ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ല, ആരാധിക്കയില്ല, എൻ്റെ റബ്ബല്ല. അതെന്താ? അതൊരു ബോധ്യപ്പെടുത്തലാണ്, ഒരു പ്രയോഗം മാത്രമാണ്. വിശ്വസിച്ചുകൊണ്ട് ഇതാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞതല്ല. അവരെ ബോധ്യപ്പെടുത്താൻ ഈ വഴി മാത്രമേ ഉള്ളൂ. അപ്പൊ അവർ ചിന്തിക്കുമല്ലോ, ബുദ്ധിയുള്ളവരാണെന്ന് ചിന്തിക്കും, യാക്കൗമാണെങ്കിലോ ചിന്തിക്കയില്ല. അടുത്തത് ഫലമ്മാ റഅൽ ഖമർ, ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നു. രാത്രിയിൽ ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നു, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതാണ് എൻ്റെ റബ്ബ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതും നീങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഇബ്രാഹിം നബി പറയുകയാണ്,
എനിക്ക് മാർഗദർശനം നൽകാത്ത, എനിക്ക് വഴി കാണിക്കാത്ത, എനിക്ക് ഹിദായത്ത് നൽകാത്ത ഒന്നിനെയും എൻ്റെ റബ്ബായി ഞാൻ അംഗീകരിക്കയില്ല. അതുകൊണ്ട് അങ്ങനെ അംഗീകരിച്ചാൽ ഞാൻ വഴികേടിൽ പെട്ടവനായ ജനങ്ങളിൽ പെട്ടവനായി പോകും. അപ്പൊ ഇതും എൻ്റെ റബ്ബല്ല. എൻ്റെ റബ്ബല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ റബ്ബല്ല, നിങ്ങളുടെയും റബ്ബല്ല. എൻ്റെ റബ്ബല്ല, നിങ്ങൾ റബ്ബാണെന്നല്ല. എന്റെയും നിങ്ങളുടെയും റബ്ബാവാൻ, രക്ഷിതാവാൻ യോഗ്യതയുള്ളവർ അല്ല, യോഗ്യതയുള്ളത് അല്ല ഈ നക്ഷത്രവും ഈ ചന്ദ്രനും. അതുകൊണ്ട് വെറുതെ അന്തല്ലാണ്ട് നിങ്ങൾ അതിനെ ആരാധിക്കേണ്ടതില്ല, അവയോട് പ്രാർത്ഥിക്കേണ്ടതില്ല, അവയുടെ സ്തൂപ രൂപഭാവങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല. പിന്നീട് നേരം വെളുത്ത പച്ച സൂര്യൻ വക്കപ്പോൾ അത് കുറച്ച് വലുപ്പമുള്ളതാണ്, കുറച്ച് വലുതാണ്. ഫലമ്മാറ അശംസ, അങ്ങനെ നേരം വെളുത്ത് സൂര്യനെ കണ്ടപ്പോൾ ഇബ്രാഹിം നബി പറയുകയാണ്, ഇതാണ് എൻ്റെ റബ്ബ്. പക്ഷേ ഫലമ്മ ഹാദാ അക്ബർ, ഇത് നമ്മൾ നേരത്തെ രാത്രി കണ്ടതിനേക്കാളും വലുതാണ്. ഫലമ്മ അഫലത്ത്, അതും നീങ്ങിപ്പോയപ്പോൾ സൂര്യൻ അസ്തമിക്കൂലേ, ചന്ദ്രൻ അസ്തമിക്കൂലേ, നക്ഷത്രങ്ങൾ അസ്തമിക്കൂലേ, അതും അസ്തമിച്ചപ്പോൾ ഇബ്രാഹിം നബി പറയുകയാണ്, യഥാർത്ഥ പറച്ചിൽ പറയുന്നു, ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന മുഴുവൻ വസ്തുക്കളിൽ നിന്നും ഞാൻ ഇതാ ഒഴിവായവനാണ്, ഞാൻ നിരപരാധിയാണ്. നിങ്ങളെ ബുദ്ധിയെ തൊട്ടു നിർത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ ചേർക്കി വെക്കുന്ന, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന മുഴുവൻ വസ്തുക്കളിൽ നിന്നും ഞാൻ ഒഴിവായവനാണ്, നിങ്ങളും ഒഴിവാകണം. അതല്ല ഇതിന്റെ അർത്ഥം. ഞാൻ ഒഴിവായി, നിങ്ങളുടെ അർത്ഥം നിന്നോന്നാ? അല്ല, നിങ്ങളും ഒഴിവാവണം. നിങ്ങൾ ബുദ്ധിശൂന്യരാണ്. ഈ പറയുന്നതൊക്കെ ബുദ്ധിശൂന്യതയാണ്, ബുദ്ധിക്കും യുക്തിക്കും പ്രമാണങ്ങൾക്കും യോജിക്കാത്തതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്നെല്ലാം മാറണം. നിങ്ങളുടെ വിശ്വാസം ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ. ഇന്നി വജ്ജഹ്തു വജ്ഹിയ, ഞാൻ എൻ്റെ മുഖത്തെ നേടിച്ചിരിക്കുന്നത് എന്നെയും അല്ലദീ ഫതറസ്സമാവാതി വൽ, ആകാശഭൂമിയെ സൃഷ്ടിച്ച ഏകനായ അല്ലാഹുവിലേക്കാകുന്നു. ഹനീഫൻ, ഹനീഫൻ ഐ മാഇലൻ മിനൽ അദിയാൻ, എല്ലാ ആദർശത്തിൽ നിന്നും തെറ്റിയവനായിട്ട്, ഋജുമനസ്കനായിട്ട്, കറകളഞ്ഞ ഹൃദയത്തിന്റെ ഉടമയായിട്ട്, ഹനീഫിയത്തായിട്ട്, ഒമാനവിൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്കന്മാരിൽപ്പെട്ടവനല്ല, ഞാൻ മുശ്രിക്കീങ്ങളിൽ പെട്ടവനേ അല്ല എന്നും ഞാൻ ഇതാ തുറന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഹാദാ റബ്ബി എന്ന് പറഞ്ഞാൽ എന്തല്ല? വിശ്വാസം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള പറച്ചിലല്ല, അത് അവരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി, ഈ ആരാധ്യ വസ്തുക്കളിലുള്ള അർത്ഥശൂന്യത, അതിലടങ്ങിയിരിക്കുന്ന ബുദ്ധിയില്ലായ്മ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യം അവർ മുമ്പിൽ അവതരിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. തന്നെയുമല്ല, തുടർന്ന് ഒരു പുനഃപ്പെട്ട കാര്യം, നിങ്ങൾ ശിർക്ക് വെക്കുന്നതിന് എനിക്കൊരു പേടിയില്ല. നിങ്ങൾ ശിർക്ക് വെക്കുന്ന ഈ വക വസ്തുക്കളെല്ലാം ഞാൻ എന്തിനു പേടിക്കണം? നമ്മളെന്താ പറയല്? ഉണ്ടണ്ടാ, ഓറ പൊരുത്തക്കെട് പറ്റും, ഓറ പൊരുത്തക്കെട് പറ്റും. ഏയ് ഒന്നും മുണ്ടിപ്പോണ്ട, എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കിയാൽ. എന്ത് കൊടുത്ത് ഒഴിവാക്കൽ? വല്ല കലക്ഷനും വന്നാൽ, മക്കാമ്, ഉറൂസ്, ജാറം, ഇതിനെല്ലാം കലക്ഷന് വന്നാൽ പ്രായം എന്ന ഉമ്മമാര് പറയും, എന്തെന്നാടത്? അത് ഇന്ന സ്ഥലത്തെ കലക്ഷന് വന്നാണ്, നേർച്ച ഫിലിമിന് വന്നാൽ ഇല്ലവരും കൊടുക്കണ്ടേ, ഞാൻ കൊടുത്തേ, അത് നമുക്കതിൽ വിശ്വാസം, ഞാൻ കൊടുത്ത് എന്ത് കൊടുത്തു? ഞാൻ ഒന്നും കൊടുക്കില്ല. അല്ല, ശ്രദ്ധിച്ച ഓറാരാന്നറിയാം, ഓറാരാന്നപ്പോ നമുക്ക് പറയുന്നത് കഴിഞ്ഞിട്ട്. ഇറാഖ് തന്നെയുള്ള വേറെ ഒരാളുണ്ട്, ഹിജ്റ 512 ജനിച്ച, അള്ളാനെ പരിചയപ്പെട്ടിട്ട് എങ്ങനെയാണ്
മായാത്ത മറയാത്ത ഹയ്യുൽ ഖയ്യൂമായ കാലാകാലം ജീവിക്കുന്ന ഇവരോ, ഇത് 2 കൊല്ലം മുമ്പ് മരിച്ച ആള്, 10 കൊല്ലം മുമ്പ് മരിച്ച ആള്, 100 കൊല്ലം മുമ്പ് മരിച്ച ആള്, അല്ല 1000 കൊല്ലം മുമ്പ് മരിച്ച ആള്, അത്രല്ലേ ഉള്ളൂ. ഇനി മുമ്പ് അവരുണ്ടോ? ഇല്ല. ഇപ്പൊ ഉണ്ടോ? ഇല്ല. അല്ലാഹുവോ ഹയ്യുൽ ഖയ്യൂം. അതല്ലേ റബ്ബിന്റെ വിശേഷണം. റബ്ബ് ആരാന്ന് തിരിയാത്തത് കൊണ്ടാണ് ഉണ്ടാക്കേണ്ട, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇബ്രാഹിം നബി അഭിമുഖീകരിച്ച പോലെയുള്ള ഏറെക്കുറെ എന്ന് ഞാൻ പറയുന്നുള്ളൂ ആ വിശ്വാസ സംഹിതയും സ്വഭാവങ്ങളും ഉള്ളവരെ തന്നെയാണ് നമുക്കും അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്നത്, അങ്ങനെ പറയുന്നത് സങ്കടകരമാണ് എന്ന് അത്ര പറയാൻ പറ്റും. നിങ്ങൾ എൻ്റെ അള്ളാനെ പേടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ശിർക്ക് വെക്കുന്ന ആളെയല്ല ഞാൻ എന്തിനു പേടിക്കണം? ഞാൻ ഒരിക്കലും പേടിക്കയില്ല. എന്നിട്ട് അള്ളാഹ് പറയാന്ന് 83-ാമത്തെ ആയത്തില് വതിൽക ഹുജ്ജത്തുനാ, ഇതാണ് നമ്മുടെ തെളിവുകൾ. വതിൽക ഹുജ്ജത്തുനാ, ഇതാണ് നമ്മുടെ തെളിവുകൾ. നാം ആ തെളിവ് ഇബ്രാഹിം നബിക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജനങ്ങൾക്ക് എതിരിലായി ഇത് അവതരിപ്പിക്കാൻ വേണ്ടി ഇബ്രാഹിം നബിക്ക് നമ്മൾ നൽകിയ തെളിവുകളാണ് ഈ പറഞ്ഞെല്ലാം. നാം ഉദ്ദേശിക്കുന്ന ആളുകളുടെ പദവികൾ നമ്മളിങ്ങനെ ഉയർത്തുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ റബ്ബ് ഇബ്രാഹിമേ ഹകീമുൻ അലീം, അല്ലാഹു യുക്തിമാനും എല്ലാം അറിയുന്നവനുമാണ് എന്ന് 83 പറഞ്ഞു. അതിന് മനസ്സിലാക്കാം, ഇതൊരു വാദപ്രതിവാദമായിരുന്നു, ഇതൊരു ന്യായവാദമായിരുന്നു. ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ ബുദ്ധിയെ തൊട്ടു നിർത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഒരു കാര്യമായിരുന്നു എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ദഅവത്തിന്റെ മൻഹജിൽ 1-ാം നമ്പർ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. കാരണം എന്താ? ഒന്നാമതായി ഹിജ്റ പോയത്, രാജ്യം വിട്ട പ്രവാചകൻ ഖലീലുല്ലാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചവൻ, 5 പ്രാവശ്യം പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പിൻപറ്റാൻ വേണ്ടി അല്ലാഹ് നമ്മോട് കൽപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയോട് നീ അവർക്ക് പറഞ്ഞു കൊടുക്ക്, നിന്റെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്ക് ഇബ്രാഹിം നബിയുടെ വൃത്താന്തം എന്ന് ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ച പ്രവാചകൻ. എത്രയെത്ര പോരിശകൾ, എത്രയെത്ര ശ്രേഷ്ഠതകൾ, എത്രയെത്ര വിശേഷണങ്ങൾ. സൂറത്തു സാഫാത്തിൽ ഞാൻ പറഞ്ഞ റബ്ബ് ആരാന്ന് തിരിയാത്ത കൊണ്ടാണ്. അത് തന്നെ അദ്ദേഹം ചോദിക്കുന്നത്. പിന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, വ്യാജമായ ചില ആരാധ്യ വസ്തുക്കളെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? റബ്ബുൽ ആലമീനായ അള്ളാഹിനെ പറ്റി നിങ്ങളെ വിചാരം, നിങ്ങളെ കണക്ക് കൂട്ടൽ, നിങ്ങളെ ചിന്ത എന്താണ് കൂട്ടരെ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നത് സൂറത്തു സാഫാത്ത് 87 കാണാവുന്നതാണ്. എന്താ റബ്ബിനെ പറ്റി ധാരണ? എന്താ നമ്മളെ ഖൗമിന്റെ ധാരണ? എന്താ? റബ്ബ് അള്ളാഹ് കേൾക്കും പോലെ കേൾക്കുന്ന, കാണും പോലെ കാണുന്ന, അല്ലേ? അള്ളാഹ് നിയന്ത്രിക്കും പോലെ നിയന്ത്രിക്കുന്ന. കലന്തർ, ഷാ, ഫീർ, ഖാജ, ഹോജ, ഏർവാടി, മുത്തൂപ്പേട്ട, മമ്പറം, ഉള്ളാള്, എവിടെയാണ്? പിന്നെ എന്തിനു പോകുന്ന അങ്ങോട്ട്? എന്തെന്നാണ് കിട്ടാനുള്ള വല്ല പണം കൊടുക്കുന്നുണ്ട്? അല്ല, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ്? അല്ല, റബ്ബ് സുബ്ഹാനഹു വ തആലക്കുള്ള കഴിവുകൾ അതുപോലെ കേൾക്കുന്നവൻ, അതുപോലെ കാണുന്നവൻ, അതുപോലെ നിയന്ത്രിക്കുന്നവൻ എന്നുള്ള ഒറിജിനൽ ശിർക്കൻ വിശ്വാസവുമായിട്ടാണ്. അതാ ഇബ്രാഹിം നബി ചോദിച്ചത്, എന്താ റബ്ബിനെ പറ്റി നിങ്ങളെ വിശ്വാസം, നിങ്ങളെ ധാരണ, നിങ്ങൾ എന്താണ് റബ്ബിനെ പറ്റി ധരിച്ചു വച്ചിരിക്കുന്നത് എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അദ്ദേഹത്തിന്റെ ജനങ്ങളോട് ചോദിക്കുകയുണ്ടായി. നമ്മുടെ ഖൗമിനോടും നമ്മൾക്ക് ചോദിക്കാനുള്ളത് അത് തന്നെയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏർവാടിയിൽ ചങ്ങലക്കിട്ട കുറെ മനുഷ്യന്മാർ വെന്ത് കരിക്കട്ടെ. എന്താ അവർ ചെയ്ത തെറ്റ്? ഈ സമുദായത്തോട്, ഈ സമൂഹത്തോട്, ഈ ദീനിനോട്, ഈ മതത്തോട് അള്ളാഹു അവർക്ക് മാനസികമായ പരീക്ഷണം നൽകി എന്ന് അല്ലാതെ എന്താണ് സുഹൃത്തുക്കളെ ആ സഹോദരന്മാര് ചെയ്ത വല്ല തെറ്റുമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ്
അവിടെ കൊണ്ടുപോയി ചങ്ങലക്കിട്ട് അവരെ ബന്ധിപ്പിച്ചുകൊണ്ട് തീപിടുത്തമുണ്ടായപ്പോൾ ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാത്ത വിധം കരിക്കട്ടയായി പോകുന്ന അവസ്ഥ ഉണ്ടായത് എന്തിന്റെ പേരിലാണ്? ഇബ്രാഹിം ബാദിഷാ ഇവരെ പിരാന്തു മാറ്റും, ഇവരെ മാനസിക രോഗം ഇത്ര ദിവസം ചങ്ങലക്കിട്ടാൽ ഇബ്രാഹിം ബാദിഷാ ഓപ്പറേഷൻ ചെയ്യും. ഇബ്രാഹിം ബാദിഷാ ഇവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകും. നല്ല ശിഫയാണ് നൽകി. ശിഫ നൽകുന്നവൻ ആരാന്ന? ഇബ്രാഹിം നബി കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത് ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നവൻ എന്റെ റബ്ബാണ്. വലിയ സങ്കടമാണ്. മുസ്ലിം ഉമ്മത്തിൽ ഇപ്രകാരമുള്ള സംഗതികൾ സംജാതമാവുക എന്ന് പറയുമ്പോൾ നമ്മൾ വളരെയധികം ഖേദിക്കുകയാണ്. തുറന്ന് പറയാണ്ട് ഈ കൗമിന് ഇത് മനസ്സിലാവില്ലാച്ചിട്ട് പറയാം. ലൗഹുൽ മഹ്ഫൂസിൽ നോക്കിയിട്ട് ഉറുദി പറഞ്ഞ ഒരു വലിയുള്ളാഹിയുണ്ട്. നമ്മൾ ലൗഹുൽ മഹ്ഫൂസ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിലാഫലകം എന്നറിയപ്പെടുന്ന ഗ്രന്ഥങ്ങളുടെ എല്ലാ ഗ്രന്ഥങ്ങളുടെയും മൂലഗ്രന്ഥം ഓരോ ഇവിടെ ഇരുന്നിട്ട് അവിടുന്നാന്ന് പറയുന്നത്. ആരാണിത്? അവിടെ നിന്ന് നോക്കി പകർന്നു പറയാണ് ജനങ്ങളോട്. ഇവിടെ എന്താ മുഹമ്മദ് നബിക്ക് അല്ലാഹ് വഹിയായിട്ട് വന്ന് ജിബീൽ പറഞ്ഞു കൊടുത്ത റസൂൽ പറഞ്ഞാണ്. ഞാൻ നോക്കിയിട്ട് റസൂൽ പറഞ്ഞില്ല. അതാരാന്നറിയങ്ങള്? ഇതേ ഖലീലുള്ളാഹിയുടെ രാജ്യമാകുന്ന ഇറാഖിൽ ജനിച്ച ഹിജ്റ 512 ജനിക്കുകയും അത് ഹിജ്റ 512 ജനിച്ചു. അതല്ലെങ്കിൽ ക്രിസ്തു വർഷം 1118 ജനിച്ച അഹ്മദ് അൽ കബീർ റിഫായിയുടെ പേരിൽ പറയപ്പെടുന്ന കള്ളക്കഥ ഇന്നുമാണ് യൂട്യൂബ് അടിച്ചൊക്കെ. മാല ഒക്കെ നൂലാമാലയാണ്, മൊത്തത്തിൽ നൂലാമാലയാണ്. ഇതാ ഞാൻ പറഞ്ഞ അള്ള കേൾക്കും പോലെ കേൾക്കും, അള്ള കാണും പോലെ കാണും. അള്ള എടുക്കുന്ന പണിയല്ലോ ഓരോടെ എടുക്കുന്നുണ്ട്. പിന്നെ അള്ളക്ക് പ്രത്യേക ഒരു വകുപ്പൊന്നുമില്ലല്ലോ. ഇരുഫിൽ ഞാൻ ലൗഹുൽ മഹ്ഫൂസ് നോക്കിയിട്ട് ഉലകർക്ക് പറയും ഞാൻ എന്നോവർ. ഓറ് പറഞ്ഞതാന്ന് പോലെ ഓരമ്മൾ കണ്ടില്ല. ഓറങ്ങാൻ പറയാൻ സാധ്യത കുറവാണ് നമ്മളെ കണക്ക് വെച്ചിട്ട്. എന്ത് ഇരുഫിൽ ഇവിടെ ഇരുന്നിങ്ങേറ്റ് ഞാൻ ലൗഹിൽ മഹ്ഫൂസിൽ നോക്കിയിട്ട് ഉലകർക്ക്, ഇതൊക്കെ തമിഴും കന്നഡ എല്ലാം കൂടി കൂടിയതാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. ഉലകർക്ക് പറയും ഞാൻ എന്നോവർ. അപ്പൊ ഓരോ കാഴ്ചയുടെ പരിധി എത്രയാണ്? അദ്ദേഹം നബിയാണോ? അദ്ദേഹത്തിന് വഹിയുണ്ടോ? ഇന്നും ജുമാ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് മലയാളത്തിൽ നിങ്ങൾ റീഫായി മാല എന്ന് അടിച്ചോക്കെ ഉണ്ടോ അല്ല എന്ന് കിട്ടും. മുമ്പെല്ലാം ശിർക്ക് ഏട്ടിലായിരുന്നു, ഏട്ടിലും പാട്ടിലും. ഇപ്പൊ ശിർക്ക് ഹവയിൽ ഇങ്ങനെ നടക്കുക. മൊത്തം ഹവയിൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ, ഹവയിൽ ശിർക്ക് എന്ന് പറഞ്ഞാല് ഈ നെറ്റ് സംവിധാനം വന്നല്ല, ഇന്റർനെറ്റ് മറിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇതൊരാൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്തെന്നാ വിശ്വസിച്ച അവസ്ഥ? കാഴ്ചക്ക് പരിധിയില്ലാത്ത ആളാണ് അഹ്മദ് അൽ കബീർ റിഫായി എന്ന വിശ്വാസമല്ല ഇതിലൂടെ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞോ? ഇപ്പൊ ഇബ്രാഹിം നബി ഉപ്പാനോടും ജനങ്ങളോടും രാജാവിനോടുമാണ് തർക്കിച്ചത്. ഇദ്ദേഹം തർക്കിച്ചത് ആരോടാ? അള്ളാനോട്. എന്താ തർക്കം? രേഖ നിരത്തി വെച്ചുകൊണ്ട് ഖലീലുള്ള ജനങ്ങളോട് ബുദ്ധിപരമായി സംസാരിച്ചു. അള്ളാന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ഗർഭാവസ്ഥയിൽ കടന്നുകൊണ്ട് അള്ളാനോട് തർക്കിച്ചു. ഇതൊക്കെയാണ് ഈ പോരിഷ കൽപ്പിച്ചിങ്ങേറ്റ് ചെല്ലുന്ന സാധനം. അടിമാദൂനിയാവിൽ ഇറങ്ങുവാനായിട്ട് അള്ളാടെ കേട്ട് മൊഷിന്തോവർ. കേട്ട് മൊഷിന്തോവർ എന്നാൽ മൊഴിഞ്ഞോവർ. മൊഴി എന്നാ പറഞ്ഞോവർ. എന്നത് അടിമ ദുനിയാവിൽ ഇറങ്ങണം. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പുറത്തൊക്കെ ഇറങ്ങണം. ഗർഭത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇറാദത്ത് പ്രകാരം ഇന്ന ഇന്ന കാര്യം വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ പിന്നെ ഓരോ വലിയാണ്. അള്ളാന്റെ മുമ്പിൽ സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ
രക്ഷയില്ല. ഇങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്. എന്താണ് മൊഷിന്തത്? എന്താ മൊഷിന്തത്? സ്വർഗം എനിക്കും എൻ വയ്യാൽ തുടർന്നോർക്കും സുഖത്തോടെ തന്നാൽ ഇറങ്ങാം. അതെന്നോവർ എനിക്കും എന്റെ പിന്നെ അതാരാ? റീഫായി തരീഖത്ത് പൊള്ളാൻ ഈ തരീഖത്തുകാർക്കും സുഖമായ രീതിയിൽ സ്വർഗം നൽകാമെന്ന് പടച്ച തമ്പുരാനെ നീ വാഗ്ദാനം ചെയ്താൽ ഞാൻ എൻ്റെ ഗർഭാശയത്തിൽ നിന്ന്, മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് പോവാം. ആ കണ്ടീഷൻ നീ അംഗീകരിക്കണം, ആ നിബന്ധന നീ അംഗീകരിക്കണം. അംഗീകരിക്കാത്ത പക്ഷം ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങില്ല. അള്ള കൊണ്ടുങ്ങാൻ പിന്നെ പോവാം. ഇന്ന് ജുമാ കഴിഞ്ഞ് മലയാളത്തിൽ യൂട്യൂബ് ഓണാക്കി വെച്ച് ദീഫായി മാലാന്ന് അടിച്ചിട്ട് ഉണ്ടോ അല്ലേ നോക്ക്. ഈ പോരിശയാണ് ഈ സമൂഹം വിശ്വസിക്കുന്നത്, ഇതാണ് ഈ സമൂഹം പാടുന്നത്, ഇതാണ് ഈ സമൂഹം പറയുന്നത്, ഇതിനാണ് പണം ചെലവഴിക്കുന്നത്, ഇതിനാണ് ബിരിയാണി ഭക്ഷണം വെച്ച് കേട്ട് ഇവർ ചൊല്ലിപ്പിക്കുന്നത് ഈ സാധനം. അപ്പൊ പിന്നെന്താക്കി? അപ്പൊ പിന്നെന്താ? സ്വർഗം എലിക്കുമെൻ വയ്യാൽ തുടർന്നോർക്കും സുഖത്തോടെ തന്നാൽ ഇറങ്ങാം ഞാൻ എന്നോവർ. അങ്ങനെയാണ് ഇറങ്ങാം. സ്വർഗം തന്നെ കിട്ടണം. കാരണം ഓർ ദുന്യാവിൽ എത്തിയില്ല അതിന് മുന്നേ തന്നെ. ഇബ്രാഹിം നബി ജനങ്ങളോട് തർക്കിച്ചു, അതേ നാട്ടുകാരൻ അഹമ്മദ് ഗംഭീർ ഇബ്രാഹിം അള്ളാഹ് തർക്കിച്ചു. എന്നിട്ടോ അവർക്കന്ന് 4 സ്വർഗം കൊടുത്താരേ ഉടനെ ദുനിയാവിൽ പിറന്ന് വളർന്നവർ. 4 സ്വർഗം ഒരു മധ്യസ്ഥ അടിസ്ഥാനത്തിൽ, ഒരു മസ്ലഹത്ത് അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 സ്വർഗം നന്യതലും മനുഷ്യനെ ബുദ്ധിമുട്ടാക്കല്ല എന്നെങ്കിലും 4 സ്വർഗം നന്നാക്കാം. അങ്ങനെ പിറന്ന് ജനിച്ച് പിന്നെ വളർന്നവർ. അല്ലാണ്ട് ജനിക്കുന്നതിന് മുന്നേ സ്വർഗത്തിന് വേണ്ടി വാശി പിടിച്ചാൽ ഇത് വിശ്വസിക്കാൻ കൊള്ളോ ഒരു മുസ്ലിമിന്? ഇത് പാടാൻ കഴിയോ ഒരു മുസ്ലിമിന്? ഇത് ചൊല്ലിപ്പിക്കാൻ പാടുണ്ടോ ഒരു മുസ്ലിമിന്? ഇതാണോ ഇബ്രാഹിം നബിയുടെ മില്ലത്ത്? ഇതാണോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മൻഹജ്? ഇതാണോ ഇബ്രാഹിം നബിയുടെ തൗഹീദ്? ഒരിക്കലുമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൗഹീദ്, അതിന്റെ ദഅവത്തിന്റെ മാർഗം നാം പഠിക്കേണ്ടത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നാണ്. അങ്ങനെ നമ്രൂദ് പിടിച്ച് ഇദ്ദേഹത്തെ തീക്കൊണ്ടത്തിലിട്ടു. അവിടെ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തി. അതൊക്കെ ഖുർആൻ പറയുന്നുണ്ട്, വിശദീകരിക്കണ്ട. പിന്നീട് അവിടെ നിൽക്കാൻ ഒരു രക്ഷയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വനജ്ജൈനാഹു വലൂതൻ ഇലൽ അർളില്ലതി ബാറക്നാ ഫീഹാ ലിൽ ആലമീൻ. കണ്ടോ, തൗഹീദ് പറഞ്ഞാൽ, കറകളന്ന രീതിയിൽ വെട്ടിത്തുറന്ന് തൗഹീദ് പറഞ്ഞാൽ അതിൻ്റെതായിരിക്കുന്ന ചലനങ്ങൾ ഉണ്ടാകും. ഒരുപാട് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു. പിതാവ് ബഹിഷ്കരിച്ചു, ജനങ്ങൾ ബഹിഷ്കരിച്ചു. അവസാനമായി തീക്കുണ്ടത്തിലേക്ക് എറിയപ്പെട്ടുകൊണ്ട് പോറൽ പോലും ഏൽക്കാതെ അല്ലാഹു പറയുകയാണ്, ആ ഇബ്രാഹീമിനെയും ആ ഇബ്രാഹീമിന്റെ സഹോദര പുത്രൻ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ബർക്കത്താക്കപ്പെട്ട ഒരു സ്ഥലത്തേക്ക് നമ്മൾ രക്ഷപ്പെടുത്തി. ബാറക്നാ ഫീഹാ ലിൽ ആലമീൻ. ലോകർക്ക് നാം അതിൽ ബർക്കത്ത് നൽകിയിരിക്കുന്നു. ആ സ്ഥലത്തേക്ക് നാം അവരെ രക്ഷപ്പെടുത്തി, അഥവാ ഹിജ്റ പോയി. ഇറാഖിൽ നിന്ന് ഷാമിലേക്ക്, ഫലസ്തീൻ അതിർത്തി പ്രദേശം, ഫലസ്തീനിൽ നിന്ന് മിസ്റിലേക്ക്, ഈജിപ്തിലേക്ക്, ഈജിപ്തിൽ നിന്ന് മക്കയിലേക്ക്. അപ്പോഴേക്കും മക്കളും പിള്ളേരും കുട്ടികളെല്ലാം ആയി. പിന്നെ അവിടെ നിന്ന് പിന്നെ മൂപ്പര് വീണ്ടും ഷാമിലേക്ക്, ഇടയ്ക്ക് വന്നിട്ട് മക്കളെ വിവരം മക്കയിൽ വന്ന് അന്വേഷിക്കുക. വീണ്ടും ഷാമിലേക്ക്, വീണ്ടും മക്കയിലേക്ക്. എവിടെയും അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും ശിർക്കിന്റെ അന്ധഗോപുരങ്ങളിൽ അന്തിയുറങ്ങുന്ന മുശ്രിക്കുകളെ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹം പടപൊരുതി. അതാണ് അല്ലാഹു പറഞ്ഞത്, വഇബ്രാഹീം അല്ലദീ വഫാ, വഇബ്രാഹീം അല്ലദീ വഫാ. എല്ലാം പൂർത്തീകരിച്ച, എല്ലാം സമ്പൂർണമാക്കിയ എൻ്റെ കൽപ്പനകളെ, ഞാൻ കൽപ്പിച്ച കാര്യങ്ങളെ, എൻ്റെ നിർദ്ദേശങ്ങളെ, എൻ്റെ ഉപദേശങ്ങളെ, എൻ്റെ വഹീനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ എല്ലാം പൂർത്തിയാക്കിയവനാണ് ഇബ്രാഹിം എന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയുടെ വിശേഷണം പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇബ്രാഹിം നബിയുടെ അനുയായികളാവുക. ഈമാനിന്റെ കാര്യത്തിൽ ഇബ്രാഹിം നബിയുടെ തൗഹീദിന്റെ മാതൃക പിൻപറ്റുക. എങ്കിൽ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ നമുക്ക് സ്വർഗ്ഗത്തിൽ പോവാം. ഇസ്രാവിന്റെ രാത്രിയിൽ മുഹമ്മദ് നബി ഇബ്രാഹിം നബിയെ കണ്ടു. ഇന്ന് രാവിലെ നമ്മൾ ഖുർആൻ ക്ലാസ് പറഞ്ഞില്ലേ, ഇബ്രാഹിം നബിയെ കണ്ടു. ജിബ്രീലിനോട് ചോദിക്കുകയാണ്, ആരാ നിന്റെ കൂടെയുള്ളത്? ജിബ്രീൽ മുഹമ്മദ് നബിയാണ് എന്റെ കൂടെയുള്ളത്. യാ മുഹമ്മദ് ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയാണ്ട്. ഇബ്രാഹിം നബി ഏൽപ്പിക്കുകയാണ്, കൂട്ടരെ, സഹോദരന്മാരെ, മുഹമ്മദ് നബിയോട് ആകാശത്ത് വെച്ചുകൊണ്ട് ഇസ്രായിന്റെ രാത്രിയിൽ ഖലീലുള്ളാഹ് ഇബ്രാഹിം നബി മുഹമ്മദ് നബിയോട് കൽപ്പിക്കുകയാണ്, കുല്ലി ഉമ്മത്തിക, നിന്റെ ഉമ്മത്തിനോട് നീ പറയണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയാൻ നീ കൽപ്പിക്കണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരു ശക്തിയുമില്ല, ഒരു കഴിവുമില്ല എന്ന് മുഹമ്മദ് നബിയെ നിങ്ങൾ നിങ്ങളെ ഉമ്മത്തിനോട് ധാരാളമായി പറയാൻ വേണ്ടി കൽപ്പിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് പറഞ്ഞാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. എന്താ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ? അല്ലാഹുവല്ലാതെ ഒരു കഴിവുമില്ല, അല്ലാഹുവല്ലാതെ ഒരു ശക്തിയില്ല, അല്ലാഹുവല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കയില്ല എന്ന് നിന്റെ ഉമ്മത്തിനോട് പറയണമെന്ന് വസിയത്താക്കി ഏൽപ്പിച്ചു വിട്ടതാണ്. ഇന്ന് പ്രഭാതത്തില് സുബഹിന്റെ ക്ലാസ്സിൽ നമ്മളെ വിശദീകരിച്ചതാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത പോരിശയാണ് അള്ളാഹ് പറയുന്നത്. ഇങ്ങനെല്ലാം ചെയ്ത് അവരുടെ മക്കളെ പറ്റി പറഞ്ഞു, ലൂത്ത് നബിയെ പറ്റി പറഞ്ഞു. ലൂത്ത് നബി അദ്ദേഹത്തിന്റെ സഹോദരന്റെ മോനാണ്. ഹാറാൻ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ. ഓറ മോനാണ് ലൂത്ത് നബി. അതാണ് ഇബ്രാഹിം നബിയെയും ലൂത്തിനെയും നമ്മൾ അങ്ങോട്ട് രക്ഷപ്പെടുത്തി എന്ന് ഖുർആൻ പറയുന്നു. അത് സൂറത്ത് അംബിയായിലെ 71-ാമത്തെ ആയത്തിൽ കാണാവുന്നതാണ്. അല്ലാഹ് പറയാണ്, അവരിൽ നിന്ന് നാം അയിമ്മത്തുകളെ ഉണ്ടാക്കി. എന്താ അയിമ്മത്ത് എന്ന് പറഞ്ഞാല്? പിന്തുടരപ്പെടാൻ പറ്റിയ ആളുകളെ അവരെ പരമ്പരയിൽ ഇങ്ങനെ ഉണ്ടാക്കുകയുണ്ടായി. നമ്മുടെ കൽപ്പന പ്രകാരം അവർ ദഅവത്ത് നടത്തുന്നു. അള്ളാന്റെ കൽപ്പന പ്രകാരം ദഅവത്ത് നടത്തുന്നു. അവർക്ക് നമ്മൾ വഹി നൽകിയിരിക്കുന്നു. അതൊക്കെ അമ്പിയാക്കന്മാരെ പറ്റിയാണ്. അവർ നന്മ ചെയ്യണമെന്ന്, ഖൈർ പ്രവർത്തിക്കണമെന്ന്, നമസ്കാരം നിലനിർത്തണമെന്ന്, സക്കാത്ത് നിർവഹിക്കണമെന്ന്, അവരെല്ലാം എന്നെ ആരാധിച്ചവരായിരുന്നു, എനിക്ക് ഇബാദത്ത് ചെയ്തവരായിരുന്നു എന്ന് സൂറത്ത് അംബിയായിലെ തന്നെ 73-ാമത്തെ ആയത്തിൽ അള്ളാഹു ആ സമൂഹത്തിന്റെ പോരിശ പറയാണ്. അവരുടെ ശ്രേഷ്ഠത, അവരെ ആദരവ്, അവരെ ബഹുമാനം നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്ത് വേണം? ആ അഇമ്മത്തുകളാകുന്ന അമ്പിയാക്കന്മാരെ, അതിൽ ഇസ്ഹാഖ്, യാക്കൂബ്, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അങ്ങനെ പിന്നീട് തൗറാത്തും ഇഞ്ചീലും എല്ലാം ഇബ്രാഹിം നബിക്ക് ശേഷമാണ് ഇറക്കപ്പെട്ടത്. തൗറാത്തും ഇഞ്ചീലും എല്ലാം ഇബ്രാഹിം നബിക്ക് ശേഷമാണ് ഇറക്കപ്പെട്ടത്. അതുകൊണ്ട് തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും ആളുകൾക്ക്, ഞങ്ങൾ അതിൽ നിന്ന് വ്യതിചലിച്ച ആളുകൾക്ക് ഞങ്ങൾ ഇബ്രാഹിം നബിന്റെ ആൾക്കാരെന്ന് പറയാൻ അവകാശമല്ല. യഥാർത്ഥ തൗറാത്ത് ഇഞ്ചീലിന്റെ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചവർക്ക് ഞങ്ങൾ ഇബ്രാഹിം നബിന്റെ ആൾക്കാരെന്ന് പറയാൻ യാതൊരു അവകാശവുമില്ല. ആർക്കും അവകാശമല്ല. ശിർക്കിന്റെ ലാഞ്ചന കരുതലുള്ളവൻ, ശിർക്ക് തരിമ്പ് ഹൃദയത്തിലുള്ളവൻ ഞാൻ ഇബ്രാഹിം നബിയുടെ ആളാണെന്ന് പറയാൻ 1% അവകാശമില്ല എന്ന കാര്യം പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് ഈ ഹജ്ജിന്റെ മാസങ്ങളിൽ, ഇതിപ്പോ ഹജ്ജിന്റെ മാസമാണല്ലോ, നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അടുത്ത ഖുതുബയിൽ ഇബ്രാഹിം നബിയുടെ അചഞ്ചലമായ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.